നമസ്കാരം. 56 മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് വിഴിഞ്ഞത്ത് സഖാവ് റഷീദിൻ്റെ വീട്ടിലാണ്, വീട്ടിൻ്റെ സമീപമാണ്. ഇപ്പോൾ റഷീദ് നമുക്കറിയാം, വിഴിഞ്ഞത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ മുഖമാണ്. അപ്പോൾ അദ്ദേഹം 2005 ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. അദ്ദേഹവുമായൊരു സംഭാഷണത്തിനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പുറത്ത് ഉള്ള സൈഡിലാണ്, അത് ഈ പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീടിൻ്റെ സൈഡിലാണ്. ഞാൻ റഷീദിനെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. 2005 വിഴിഞ്ഞം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു. അവസാന പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു. അത് കഴിഞ്ഞ് 2015 നഗരസഭയുടെ കൗൺസിലറായിരുന്നു. അപ്പോൾ താങ്കൾ നഗരസഭാ കൗൺസിലറായിരുന്നു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നുകൊണ്ട് വ്യത്യാസമില്ലാത്ത നല്ല വികസനമാണ് നടത്തിയിട്ടുള്ളത്. വ്യക്തിപരമായ ആനുകൂല്യങ്ങൾ കൊടുത്തതിലുപരി പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വളരെ നല്ല വികസനമാണ് ഈ വാർഡിൽ നടത്തിയിട്ടുള്ളത്. അത് ഈ വാർഡിൽ നടന്നാൽ കാണാവുന്നതാണ്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് സഖാവ് അലിയാർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കണ്ടും കേട്ടും അദ്ദേഹത്തോടൊപ്പവും നടന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും പ്രസ്ഥാനത്തിൽ തുടർന്നു പോവുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്നുകൊണ്ട് ഈ പാർട്ടിയുമായി സമരസപ്പെട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് പറയുന്നു ഇതിൽ പറയുമ്പോൾ സഖാവ് അലിയാർ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഇളയ സഹോദരനാണ്, ഇളയമുത്തിൻ്റെ മക്കളാണ്. സഖാവ് അലിയാരാണ് എന്നെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു. ആ കാലം മുതൽ എൻ്റെ നല്ല തരത്തിലുള്ള എല്ലാ പ്രവർത്തനവും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത് അദ്ദേഹത്തിൻ്റെ രീതിയിലാണ് ഞാൻ പോയിട്ടുള്ളത്. കാരണം അദ്ദേഹം ഒരു അഴിമതിക്കാരനല്ല, ത്യാഗോജലമായ പ്രവർത്തനം നടത്തിയ ആളാണ്. ഞാൻ 2 തവണ ജനപ്രതിയായിട്ടും ഞാൻ അങ്ങനെ ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ ഫലം തന്നെയാണ് എൻ്റെ ഈ വീട്. ഇന്നും ചോർന്നൊലിക്കുന്ന വീടാണ്, പൊട്ടിപ്പൊളിഞ്ഞൊരു വീടാണ്. ഞാൻ ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതല്ലാതെ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതല്ല. അത് വിഴിഞ്ഞത്തിന് അറിയാവുന്ന കാര്യമാണ്, എൻ്റെ വാർഡിനകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ജാതി മത ഭേദമന്യേ ഞാൻ എല്ലാവരോടും സൗഹൃദവും സ്നേഹവും അങ്ങനെയുള്ളൊരു ബഹുമാനവും ആദരവും പുലർത്തി നടക്കുന്ന ഒരു പ്രവർത്തകനാണ്. ആ പ്രവർത്തനത്തിൽ പാർട്ടിയുമായി സമരസപ്പെട്ട് പോകേണ്ട ആൾ തന്നെയാണ്. പക്ഷേ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില തീരുമാനങ്ങൾ പാർട്ടിയിലെ ചില നേതാക്കളുടെ ഭാഗത്ത് വരുമ്പോൾ തിരുത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. തിരുത്തുന്ന തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, അംഗീകരിക്കില്ല. ഇത്രയേറെ ധാർഷ്ട്യം നിറഞ്ഞ ചില നേതാക്കൾ ഈ പാർട്ടിയെ തൊലയ്ക്കുകയാണ്. അത് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. അതെനിക്കറിയാം. നമ്മുടെ ഈ പ്രദേശത്ത്, നിങ്ങളുടെ മേഖലയിൽ, വിഴിഞ്ഞം, കോവളം, ഈ ഏരിയ നിലവാരത്തിൽ നോക്കുമ്പോൾ ഒരുപാട് ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ ചെയ്ത പഴയകാല സഖാക്കൾ നിശബ്ദരാണ്. ഇന്നിപ്പം പാർട്ടിയുടെ സംഗതി കാര്യങ്ങളെല്ലാം മാറിപ്പോയല്ലോ. പഴയകാല പാർട്ടി പ്രവർത്തനമല്ലല്ലോ. അപ്പം താങ്കൾ, ഞാൻ ചോദിച്ചതിന് എനിക്ക് ഉത്തരം തന്നില്ല. അപ്പം തുടർന്ന് ഈ പാർട്ടിയുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണോ താങ്കൾ? ഇല്ല, ഒരിക്കലും ഇല്ല, കഴിയാത്ത തരത്തിൽ ഇതിന് 2-3 തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അതാണ് നമ്മളെ മാനസികമായി എന്ത് ചെയ്യണമെന്ന് ചിന്തിപ്പിച്ചു തുടങ്ങുന്നത്. അതായത് നിർത്തി ഒറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ അടിയാണ്. ഒരാൾക്കൊരു അടി തന്നാൽ സഹിക്കാം, പക്ഷെ നിർത്തി ഒറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടുത്തുകയാണ്. ഏത് കാര്യത്തിനും അവരൊരു 2-3 പേരെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെയൊക്കെ ഒറ്റപ്പെടുത്തുകയാണ്. അത് വളരെയധികം വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം വിട്ട് മാറണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ പോയത്. അതങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയോ? അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തി. ശരി. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു. ആര് പിന്തുണ തന്നാലും സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കും. കാരണം ജനങ്ങളുടെ ഇടയിൽ ഞാൻ നിൽക്കുകയാണ്. ഞാൻ ഇതുവരെ ഒളിച്ചു നിന്നിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രവർത്തകനാണ് ഞാൻ. അത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്നും എൻ്റെ വാർഡിൽ പോകുമ്പോൾ ആൾക്കാർ അതേ ആദരവോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും എന്നോട് പെരുമാറുന്നത് ഞാൻ തിരിച്ചു അങ്ങനെ തന്നെയാണ്. അത് കൈമുതലാണ് എനിക്കുള്ളത്. ആകെ ഉള്ള എൻ്റെ കൈമുതൽ അത് തന്നെയാണ്. അല്ലാതെ ഞാനൊരു അഴിമതിക്കാരനെന്നോ ഒരു തെറ്റാരിയിൽ നടക്കുന്ന ആളെന്നോ ഒരിക്കലും ആർക്കും പറയാൻ കഴിയില്ല. ഞാൻ അങ്ങനെയുള്ള ആളല്ല.
അത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഈ അവസാന നിമിഷം വരെ റഷീദിനാണ് ആ സീറ്റ് എന്നുള്ളത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല പ്രതീക്ഷ, ഏതാണ്ട് തീരുമാനം പോലെ ആയിരുന്നു. അവസാന റൗണ്ടിൽ 1-2 ജില്ലയുടെ വിഴിഞ്ഞുമായി ബന്ധമുള്ള ജില്ലയുടെ വലിയ നേതാവിന്റെ ഇടപെടലാണ് ഇങ്ങനെ വന്നത്. ഇത് പാർട്ടിയിൽ ഒരു ചർച്ചയും നടന്നതല്ല, താഴെത്തട്ടിൽ ഒരു ചർച്ചയും ഇല്ല. വന്ന് വാർഡ് കമ്മിറ്റി വിളിക്കുന്നു, ഇന്ന ആളാണെന്ന് പറയുന്നു. ഞങ്ങളൊക്കെ അന്തം വിടെയാണ്. കാരണം ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ ഒരു വ്യക്തിയുടെയും പേര് പറയുന്നില്ല. ഒരു പ്രസ്ഥാനത്തിന് ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ച് തന്നെയാണ് പാർട്ടി നിർത്തുന്നത്. ഈ വിഴിഞ്ഞത്തെ സ്ഥാനാർത്ഥിയുടെ നിർണയത്തിൽ പാർട്ടിക്ക് ഗുരുതരമായ തെറ്റ് പറ്റി. അത് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. കാരണം പാർട്ടിയുടെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധമുള്ള ഒരു പാർട്ടിക്ക് അത് പാടില്ലെന്നാണ്. എന്നാൽ വിഴിഞ്ഞത്തെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയ, അങ്ങനെയുള്ള ഒരാളാണ് ഇന്ന് വിഴിഞ്ഞത്തെ പാർട്ടിയുടെ കാൻഡിഡേറ്റ്. അത് മാത്രമല്ല, എല്ലാ കാലങ്ങളിലും പാർട്ടിയുടെ കാൻഡിഡേറ്റിനെ എന്നെ അടക്കം തോൽപ്പിക്കാൻ ശ്രമിക്കുകയും പാർട്ടി നടപടിയെടുത്ത് പാർട്ടി വെളിയിലാക്കിയ ഒരു വ്യക്തിയുമാണ്. പാർട്ടി നടപടിയെടുത്ത് പാർട്ടി വെളിയിലാക്കിയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ പാർട്ടി കാൻഡിഡേറ്റായി നിശ്ചയിക്കുമ്പോൾ ഞെട്ടിപ്പോയി. ഇത് ഏതർത്ഥത്തിലാണ്? വാസ്തവത്തിൽ ജില്ലയിലുള്ള എൻ്റെ പാർട്ടിയുടെ, അതായത് ഞാനിപ്പോൾ വിശ്വസിച്ചിരുന്ന പാർട്ടിയുടെ നേതാക്കൾക്ക് ഇദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. ചിലരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇങ്ങനെ ഒരു തീരുമാനം വന്നതാണ്. ആ തീരുമാനത്തിനോട് യോജിച്ചു പോകാൻ ഒരിക്കലും കഴിയില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ താങ്കൾ അറിയാം, ഉമ്മയ്ക്ക് സുഖമില്ല അടക്കാണ്, ഉമ്മയെ നോക്കുന്നത് താങ്കളാണ്. സാമ്പത്തികമായ ഒരുപാട് പിന്നോക്ക അവസ്ഥയിലുമാണ്. വീട് പോലും നേരെ 2 പ്രാവശ്യം ജനപ്രതിയായിരുന്ന ആളാണ്. അതിൻ്റെ ഒരു ഷീറ്റെങ്കിലും മാറ്റി ഇടാനുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് സാമ്പത്തികമായ, ഞാനിപ്പോൾ മത്സരിക്കാൻ തീരുമാനിച്ചു. 1 രൂപയുടെ ഒരു കോയിൻ പോലും എൻ്റെ കൈവശം ഇല്ല. ഞാനൊരു നോട്ടീസ് അടിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ആര് പിന്തുണ വന്നാലും സ്വീകരിക്കും, ആരുടെ പിന്തുണയെ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കും. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ഞാൻ പ്രവർത്തിക്കും. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ അങ്ങ് പറഞ്ഞു എൻ്റെ ഉമ്മ, എനിക്കത് പറയുമ്പോൾ വലിയ വേദന ഉണ്ടാകും. കാരണം വയസ്സായ ഒരമ്മയെ ഞാനല്ലേ നോക്കേണ്ടത്. വേറെ മക്കളുണ്ട്, എല്ലാവരും അവരാൽ കഴിയുന്ന രീതിയിൽ, പക്ഷെ എൻ്റെ കൂടെയാണ്. എൻ്റെ വീട്ടിൽ സൗകര്യമില്ലാത്ത ഈ ഇടുങ്ങിയ വീട്ടിൽ, പൊളിഞ്ഞ വീടാണ്, ആ വീട്ടിലൊരു മേൽക്കൂര ഇടാൻ പോലും എൻ്റെ കയ്യിൽ സാമ്പത്തികം ഇല്ല. ഞാൻ അങ്ങനെ കരുതിയിട്ടുമില്ല. അപ്പം അത് എന്നിൽ വളരെ വേദനയാണ്. അപ്പം അമ്മ ഇങ്ങനെ നോക്കുന്നു. അമ്മയെ നോക്കുന്നത് കൊണ്ട് എന്നോട് ജില്ലയിലെ ഈ പാർട്ടിയിലുള്ള വിഴിഞ്ഞ മേഖല, കോവള ഏരിയയുമായി ബന്ധപ്പെട്ടിരുന്ന ജില്ലയിലെ ഏറ്റവും വലിയ നേതാവ് എന്ത് പറഞ്ഞാലും എപ്പോഴും ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് പാർട്ടിയുടെ പരിപാടി നടപ്പിലാക്കണം എന്നോട് 2-3 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിനും അമ്മ ഉണ്ട്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു അമ്മയാണത്. പക്ഷെ ഒരു ഉമ്മ ഇട്ടിട്ടൊരു കാര്യത്തിനായിട്ട് എനിക്ക് ഓടാൻ കഴിയില്ല. കാരണം പൊതുരംഗത്തിന് ഞാൻ കുറവും വരുത്തിയിട്ടില്ല. ഉമ്മയെ ഞാൻ നോക്കുന്നു, ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും. കാരണം വയ്യാത്തൊരു ഉമ്മയെ പിന്നെ ഞാനല്ലാതെ പിന്നെ ആര് നോക്കണം? എൻ്റെ പൊതുപ്രവർത്തനത്തിന് അതെനിക്കൊരു തടസ്സമേ അല്ല. ഉമ്മയെ ഞാൻ നന്നായിട്ട് നോക്കുന്നു, ഉമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കാരണം ഒരു ആരോഗ്യമില്ലാത്ത ഒരാളെ പിന്നെ ഞാനല്ലാതെ പിന്നെ ആര് നോക്കും? ഇക്കാലത്ത് വൃദ്ധസദനങ്ങൾ കുന്നുകൂടുന്ന അവസരത്തിൽ അത് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉമ്മയെ ഞാൻ സംരക്ഷിക്കുന്നു. ഇനിയും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞത്, ഇപ്പൊ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് പറയുമ്പം പണ്ട് കാലം പോലെ ഇപ്പൊ താങ്കൾ ഇവിടെ ഇപ്പൊ ഈ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അല്ലേ? പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോ ഈ താങ്കൾ ഈ പാർട്ടിയിൽ വരികയും ഈ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസരത്തിലൊന്നും നിങ്ങളുടെ ഇപ്പൊ മുകളിലിരിക്കുന്ന ആളുകളൊന്നും ഈ പാർട്ടിയിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇല്ല, അവർക്കാർക്ക് ഈ പാർട്ടി അറിയില്ല. അവരൊക്കെ വന്നു നേതാക്കളായി. അവരൊക്കെ ചിലരുടെ പിൻബലം കൊണ്ട് വലിയ നേതാക്കളായി. എന്നാലും നമ്മൾ അനുസരിക്കുന്നു, നേതാക്കളാണ്. പക്ഷെ അവർ കാണിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും അംഗീകരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. തിരുത്താൻ ശ്രമിച്ചാൽ അടിച്ചിരുത്തുന്ന ഒരു രീതി, എന്തെങ്കിലും സംസാരിച്ചാൽ അവിടെ അത് ഇനിയും സഹിക്കാം. കളഞ്ഞിട്ട് പോന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രവർത്തനം നടത്തി വന്നതാണ് ഇതിനകത്ത്. നമ്മുടെ മുഖത്ത് നോക്കി ഒരു നേതാവ് പറഞ്ഞ് കളഞ്ഞിട്ട് പോന്ന് പറഞ്ഞാൽ ഇത് എവിടത്തെ രീതിയാണ്? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഉൾപാർട്ടി ജനാധിപത്യം അംഗീകരിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ്. ആ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ മനസ്സില്ലാതെ, വിമർശനങ്ങളെ നേരിടാനുള്ള മനസ്സില്ലാതെ ഇറങ്ങിപ്പോന്നാണ് പറയുന്നത്. അത് ഈ പാർട്ടി എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളത് പറയാൻ കഴിയുന്നില്ല. ഈ രീതിയിൽ നേതാക്കൾ പോവുകയാണെങ്കിൽ വലിയ സമയം വേണ്ട. കാരണം ഇതാണ് ഈ പാർട്ടിക്ക് 2 രീതിയാണെന്ന് തോന്നുന്നു. കാരണം ഇത്
ഉത്തര കേരളം പോലെ അല്ല ഉം. ഇങ്ങോട്ട്. ഇതേപോലെ ചില ആൾക്കാരായിട്ട് ഈ പാർട്ടി നശിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ കോവളം ഏരിയയെ സംബന്ധിച്ച് പല സ്ഥലത്തും പാർട്ടിക്കാർ അസംതൃപ്തരാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഇതുകൊണ്ടല്ല, അതിന് മുമ്പ് തന്നെ അസംതൃപ്തരാണ്. ഉം. അത് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കുറെ കൂടെ ആയി. കാരണം ഒരു അംഗീകാരം ഇല്ലാത്തവനെ കാൻഡിഡേറ്റ് ആക്കുന്നു, അംഗീകാരമുള്ളവനെ പുറന്തള്ളുന്നു, വിളിച്ചെടുത്ത് ചോദിക്കുന്നു. അവർ പറയുന്നു ഇന്ന ആളാകുമ്പോൾ നന്നാണ്. അപ്പൊ ആ പ്രാദേശിക തലത്തിൽ പറയുന്ന ആൾക്കാരെ കേൾക്കണ്ടേ? അത് കേൾക്കാതെ അവരുടെ ഇഷ്ടം അനുസരിച്ചുള്ളവരെ കെട്ടിയിറക്കിയാൽ എങ്ങനെ ഇരിക്കും? അത് പറയുന്നത് മോളെന്ന് പറയുന്നത് കേട്ടോളണം. മോളെന്ന് പറയുന്നത് കേൾക്കാം. ആ മോളിലുള്ളവർ താഴെ ഇറങ്ങി ചോദിക്കണ്ടേ ഇതെന്ത് ഉചിതമാണോ? അപ്പൊ ഇത് ചില കൂട്ടുകെട്ട് പോലെയാണ്. ഇത് അംഗീകരിച്ചുകൊണ്ടോ ഒരിക്കലും കഴിയില്ല. എന്ത് തീരുമാനം ആയിക്കോട്ടെ, ഇത് അംഗീകരിച്ചുകൊണ്ടോ കഴിയില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു, ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കും. അതെ. അപ്പം കൊച്ചുനാൾ മുതൽ തന്നെ ഈ ചെറിയ പ്രായം മുതൽ തന്നെ വളർത്തിയെടുത്ത നമ്മുടെ ജീവനും രക്തവും വിയർപ്പും ഒക്കെ കൊടുത്ത് വന്നൊരു പ്രസ്ഥാനത്തിൽ നിന്നും അങ്ങനെ പുറത്തു പോകുമ്പോൾ വിഷമം, വല്ലാത്ത വേദന ഉണ്ട്. കാരണം നമ്മൾ ഇതിനു വേണ്ടി നിന്ന് ത്യാഗം സഹിച്ചവരല്ലേ. ഇപ്പൊ വന്ന തലമുറയ്ക്ക് നമ്മളുടെ ത്യാഗം എന്തെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഉള്ള ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇതേപോലെ നേതാക്കൾ പറയുന്നത് കേട്ട് നടക്കുന്ന നല്ല രീതിയിലുള്ള പ്രവർത്തകരെ അല്ല. ഒരു സത്യം തുറന്നു പറയാതിരിക്കാൻ മാർഗമില്ല. വീടുമായി ബന്ധങ്ങളില്ല. പാർട്ടിയുടെ പ്രവർത്തകർക്ക് വീടുമായി ബന്ധങ്ങൾ. ഞാൻ ഈ പ്രദേശത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഇവര് നേതാക്കൾ പറയുന്ന ഒരു കണക്കം എഴുതി കൊടുക്കും. ഇതല്ലാതെ വീടുമായി ബന്ധങ്ങളില്ല. ഇപ്പൊ അവർക്ക് അവർ പറയുന്ന ചില കാര്യങ്ങൾ നടത്തിയാൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ജനഹിതം എന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന, അല്ലെ ജനങ്ങളുടെ ഇംഗിതം ഇതാണ്, അതിനു വേണ്ടി നിന്നില്ലെങ്കിൽ അതിനൊക്കെ തിരുത്തി നമ്മളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണ്ടേ? അതൊന്നും ഈ നേതാക്കൾ ചെയ്യുന്നില്ല. ചില നേതാക്കൾ, എല്ലാവരും ഇല്ല. ഞാൻ ചോദിക്കുന്നത്, കാരണം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പല നേതാക്കളും കോവളം ഏരിയ കമ്മിറ്റിക്കകത്തുണ്ട്. അവരുടെ അടുത്തൊക്കെ ഉള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് വേദനയോടെയാണ് ഞാൻ ഇത് വിട്ടത്. അല്ല, ഈ വിഴിഞ്ഞം വാർഡിൽ ടോട്ടൽ എത്ര വോട്ടാണുള്ളത്? ഇപ്പൊ ഏതാണ്ട് 14,000-ഓളം വോട്ടുണ്ട്. അത് തീരദേശവും ഉണ്ട്, തീരദേശമുണ്ട്, കരയുണ്ട്, എല്ലാ ജാതി സമവാക്യങ്ങളും അടങ്ങിയതാണ് ഈ വാർഡ്. അതിൽ ഞാൻ നേരത്തെ മെമ്പറായിരുന്ന വാർഡ് ഇപ്പോൾ ഈ വിഴിഞ്ഞം വാർഡിന്റെ ഭാഗമാണ്. അപ്പൊ അത് വളരെയധികം ഈ പ്രദേശത്തെ ആൾക്കാർക്കൊക്കെ എന്നെ തിരിച്ചറിയാം. എന്നെ ആർക്കും പരിചയപ്പെടുത്തണ്ട. ഇനിയിപ്പോ ഞാൻ പ്രസ്ഥാനം വിട്ടതുകൊണ്ട് എനിക്കെതിരായിട്ട് എല്ലാ കൊള്ളരുതായ്മകളും പറയും. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്ത് കൊള്ളരുതായ്മ പറഞ്ഞാലും ഈ നാട്ടിലെ ജനത്തിനറിയാം ഞാനൊരു തെറ്റും കാണിച്ച് നടക്കുന്ന ആളല്ല. എൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് തുറന്ന പുസ്തകമാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് കാണിക്കാൻ വേണ്ടിയില്ല ഈ കാണുന്നതാണ്. എൻ്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക, എൻ്റെ എന്ത് വേണോ പരിശോധിക്കാം. എൻ്റെ പുസ്തകം ഇതാണ്. ഈ കാണുന്ന പൊളിഞ്ഞൊരു വീടാണ്. പക്ഷെ അത് കാണിച്ചല്ല ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് നിർവാഹമില്ല. ഒരു വീട് വെക്കാനുള്ള സാമ്പത്തികം പോലും എൻ്റെ കയ്യിലില്ല. എന്നെ അങ്ങനെ പാർട്ടി സഹായിക്കാൻ വേണ്ടി പോലും ശ്രമിച്ചിട്ടില്ല. ഒരു രീതിയിൽ എന്നെ അങ്ങനെ സഹായിച്ചിട്ടില്ല. മനസ്സുണ്ടെങ്കിൽ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അല്ല, ഞാൻ ചോദിക്കണേ, വിഴിഞ്ഞം ഈ വാർഡിനകത്തൊക്കെ ആളുകളോടൊക്കെ സംസാരിച്ചോ? അവരുടെ അഭിപ്രായവും ഒക്കെ എന്താണ്? ആൾക്കാർക്ക് ഞാൻ നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ്. ആൾക്കാർക്ക് ഞാൻ നിൽക്കും എന്നുള്ള ധാരണ ആയിരുന്നു പാർട്ടി. ആ ധാരണയിൽ വെച്ചുകൊണ്ട് അവരെല്ലാം എന്നോട് പറഞ്ഞത് സഖാവ് നിൽക്കണം. കാരണം ഞാനൊരു സഖാവ് എന്ന് പറയുമ്പോൾ അഭിമാനം ഉണ്ടില്ലെന്നല്ല. സഖാവ് നിൽക്കണം എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ എൻ്റെ മനസ്സിലൊരു അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു അഭിപ്രായം നടക്കാത്തത് കൊണ്ടല്ല ഞാൻ ഈ പ്രസ്ഥാനം വിട്ടത്. ഇപ്പൊ ഒരു കാൻഡിഡേറ്റ്ഷിപ്പ് തരാത്തത് കൊണ്ടല്ല ഈ പ്രസ്ഥാനം വിട്ടത്. വേണമെങ്കിൽ അവർക്ക് അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാം. പക്ഷെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രവർത്തകനല്ല, 10-15 കൊല്ലമായി പാർട്ടിക്കെതിരായിട്ട് തോൽപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരാള്, റിയൽ എസ്റ്റേറ്റ് മാഫിയ, എല്ലാ വഴിവിട്ട കാര്യങ്ങളിലുള്ള ഒരാള്. വഴിവിട്ട കാര്യങ്ങൾ ഞാൻ അയാളെ വ്യക്തിപരമായിട്ട് ഞാൻ ഇപ്പൊ ആരെയും പേര് പറയുന്നില്ല. അങ്ങനെയൊക്കെ ബന്ധമുള്ള ഒരാൾ. ഏറ്റവും വലിയ എന്ന് പറയുന്നത് വിഴിഞ്ഞത്ത് എല്ലാവർക്കും പറയാൻ കഴിയും ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ സ്ഥാനാർത്ഥിയാക്കും? എനിക്ക് മനസ്സിലാക്കാത്തതാണ്. ഒരു വെറും പാർട്ടി മെമ്പർ ആക്കിയിരുന്നെങ്കിൽ എനിക്കതിൽ അഭിമാനമാണ്. അല്ലാതെ എന്നെ ആക്കാത്തതിലുള്ള വിഷമമല്ല. അത് ഞാൻ വളരെ വേദനയോടെ തന്നെയാണ് തുറന്നു പറയുന്നത്. ഇത് ജനം കാണണം. ഇങ്ങനെയൊക്കെ ആയിപ്പോയ പാർട്ടി എന്നുള്ളതും ജനം കാണണം. അപ്പൊ എന്തായാലും മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു. ആൾക്കാരെ കാണുമ്പോഴൊക്കെ അവർ പറയണത് റഷീദാണ് സ്ഥാനാർത്ഥി എന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. ഇതെന്ത് പറ്റി? വേറെ ആരെയും കിട്ടിയില്ലെന്ന് ചോദിച്ചവരുണ്ട്. വിഴിഞ്ഞത്ത് ഈ സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിൽ പാർട്ടിയിലുള്ള നല്ലൊരു സെറ്റ് ആൾക്കാർ അസംതൃപ്തരാണ്. അവരൊക്കെ വളരെ വേദനയോടെ ഇരിക്കുകയാണ്.
കാരണം പ്രവർത്തകനല്ല, ഉം. പ്രവർത്തനത്തിൽ വന്നിട്ടില്ല. വന്നിട്ടില്ല. പാർട്ടിക്ക് എതിരെ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾ ഇതെല്ലാവർക്കും അറിയാം, പാർട്ടിക്ക് അറിയാം. അറിയാം. പക്ഷെ ചിലരെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഒരുപാട് എതിർപ്പുകൾ ഈ ഉണ്ട്. സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടാവും. ഉണ്ട്. അപ്പൊ എന്തായാലും മത്സരിക്കാൻ തീരുമാനിച്ചു. അതെ. വിഴിഞ്ഞം ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. അതെ. സ്വതന്ത്രനായി മത്സരിക്കുന്നു. സ്വതന്ത്രനായി മത്സരിക്കുന്നു. വിജയാശംസകൾ നേരുന്നു. ആര് പിന്തുണ വന്നാലും സ്വീകരിക്കും. അല്ല, വിജയാശംസകൾ നേരുന്നതോടൊപ്പം നന്ദി. താങ്കൾക്ക് വോട്ടർമാരോട്, താങ്കളുടെ സഹോദരങ്ങളോട് എന്താണ് പറയാനുള്ളത്? എനിക്കെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കാരണം ജാതി മത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ജാതിയോടോ മതത്തിനോടോ പ്രത്യേക കൂറോ പ്രത്യേക മമതയോ കാണിക്കാതെ എല്ലാവരെയും സഹോദരങ്ങളെ പോലെ കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ പള്ളിയിൽ പോകും, ക്ഷേത്രത്തിൽ പോകും, ചർച്ചിൽ പോകും. കാരണം ഈ വിഴിഞ്ഞത്തെ പ്രമുഖമായ സിന്ധ്യാത്ര മാതാ ദേവാലയത്തിൻ്റെ മുന്നിൽ വളരെ ഭംഗിയായ രീതിയിൽ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ കൗൺസിലറായിരുന്നപ്പോഴാണ്. അത് ആ ഇടവകയ്ക്കെല്ലാം ഭയങ്കരമായ ഒരു വളരെയധികം സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും എനിക്കതിലൊന്നും പ്രത്യേകിച്ചില്ല. എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഞാൻ മത്സരിക്കുന്നു. ആര് പിന്തുണ തന്നാലും ഞാൻ സ്വീകരിക്കും. അതിൽ ഒരു ജാതി മത വ്യത്യാസമേ എനിക്കില്ല. കാരണം ഞാൻ എല്ലാവരോടും ഒന്നുപോലെ നിന്നാൽ മതിയല്ലോ. എനിക്ക് മത്സരിക്കണം എന്നുള്ള താല്പര്യമുണ്ട്, ഞാൻ മത്സരിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് മാത്രം തന്നെയാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതാരോടുള്ളൊരു വ്യക്തിവിരോധം കൊണ്ട് ഞാൻ പറയുന്നതല്ല, ആരോട് എതിരുമില്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഇത്രയും നേരം സംസാരിച്ചാൽ ഞാൻ ആരെ പേരും പറഞ്ഞില്ല. വേദന ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് ഈ പാർട്ടി വിടേണ്ടി വന്നത്. വേദന എന്ന് പറഞ്ഞാൽ കടുത്ത വേദനയാണ്. കാരണം ചിലർക്ക് ചിലരെ താല്പര്യമാണ്. എന്തായാലും ഞാൻ റിയൽ എസ്റ്റേറ്റ് മാഫിയ അല്ല, റിയൽ എസ്റ്റേറ്റുമായി ബന്ധം എനിക്കേ ഇല്ല. പാർട്ടിയുടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവർ എന്നെ വിജയിപ്പിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ.